ഹായ് ഫ്രണ്ട്സ്, എക്സൈവ് കാർസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത് 2019 4x4 ഓട്ടോമാറ്റിക് ഫോർച്യൂണറിന്റെ ഒരു മോഡൽ ഷൂട്ടുമായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കൊല്ലം അഷ്ടമുടി ലേക്കിനടുത്ത് ക്ലബ് മഹീന്ദ്രയുടെ റിസോർട്ടിലാണ്. അപ്പം മോർണിംഗിൽ നല്ല വൈബാണ്, നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ്. ചെറിയൊരു കോൾഡ് അടിച്ചിട്ടുണ്ട്. നിങ്ങൾ എന്തെങ്കിലും പറയുന്നതിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ ക്ഷമിക്കുക. നമുക്ക് സ്ട്രൈറ്റ് ആയിട്ട് വീഡിയോയിലേക്ക് പോകാം. ജപ്പാനീസ് വാഹന നിർമ്മാതാക്കളായ ടൊയോട്ടയുടെ മിഡ് സൈസ് SUV സെഗ്മെന്റിലുള്ള വാഹനമാണ് ടൊയോട്ട ഫോർച്യൂണർ. അതേ ഫോർച്യൂണർ തന്നെയാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ടൊയോട്ടയുടെ IMV പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് ഫോർച്യൂണറിന്റെയും നിർമ്മാണം. ലാൻഡ് ക്രൂയിസർ കഴിഞ്ഞാൽ അടുത്ത സ്ഥാനം ടൊയോട്ട ഫോർച്യൂണറിന് തന്നെയാണ്. കാരണം എന്തെന്നാൽ അതിന്റെ മസ്കുലർ ലുക്കും ഡിസൈനും വെഹിക്കിളിനെ എത്രത്തോളം പോപ്പുലർ ആക്കി കഴിഞ്ഞു. SUV സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ ഇന്ത്യയിൽ തന്നെ സെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാഹനം കൂടിയാണ് ടൊയോട്ട ഫോർച്യൂണർ. വാഹനത്തിന്റെ എക്സ്റ്റീരിയർ ഫീച്ചേഴ്സ് നമുക്കൊന്ന് നോക്കി വരാം. നമ്മൾ മെയിനായിട്ട് ഫ്രണ്ട് ഭാഗം നോക്കുകയാണെങ്കിൽ ഒരു ട്രിപ്പിൾ ടൈപ്പ് ക്രോം ഗ്രില്ലാണ് വരുന്നത്. ഇപ്പൊ വാഹനത്തിന് നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ക്രോമിന്റെ ഒരു അതിപ്രസരം തന്നെ ഫോർച്യൂണറിൽ കാണാം. അതിന്റെ എടുത്തു പറയേണ്ട ഒരു പോർഷൻ എന്ന് പറയുന്നത് അതിന്റെ ലോഗോയും ട്രിപ്പിൾ ഗ്രില്ലുമാണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സ് നോക്കുകയാണെങ്കിൽ ബൈബീം പ്രൊജക്റ്റഡ് LED ഹെഡ്ലൈറ്റ്സ് ആണ് വരുന്നത് വാഹനത്തിന്. അതുപോലെ തന്നെ ഒരു DRL അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന്റെ ഒരു ഡിസൈൻ ഫ്രണ്ട് പോർഷനിലോട്ട് വൈഡായിട്ട് പോയിരിക്കുന്നത് കാണാം. വളരെ നല്ലൊരു ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫോഗ് ലാമ്പ് യൂണിറ്റ്സ് LED ഫോഗ് ലാംപ്സ് ആണ് വരുന്നത്. അതുപോലെ C ടൈപ്പിലുള്ള ഒരു ക്രോം ആവരണമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് വാഹനത്തിന്. അതായിട്ട് ഒരു എയർ ഡാം യൂണിറ്റ്സ് ഇവിടെ കാണാം നമുക്ക്. അതുപോലെ SUവികളെ മനോഹരമാക്കുന്ന ഒരു സ്കിപ്പ് പ്ലേറ്റ് കൂടി അഡീഷണൽ ആയിട്ട് നമുക്ക് അടിയിൽ കാണുന്നുണ്ട്. വലിയ ഒരു ഉയർന്ന ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെ വാഹനത്തിന്റെ മുന്നിൽ നിന്ന് നോക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നു. അത് വാഹനത്തിന് വളരെ ഭംഗിയേറുന്നു. അതുപോലെ തന്നെ നമ്മുടെ വളരെ വൈഡായിട്ടുള്ള 2 വൈപ്പേഴ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ വാഹനത്തിന്റെ സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ 18 ഇഞ്ച് അലോയ് വീൽസ് ആണ് വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ 225 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് വാഹനത്തിന് വരുന്നത്. ഇത്രത്തോളം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു അഡീഷണൽ സൈഡ് സ്റ്റെപ്പും കൂടി വാഹനത്തിന് ടൊയോട്ട പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ നമുക്ക് സൈഡിലോട്ട് വരുമ്പോൾ ക്രോം ഡോർ ഹാൻഡിൽസ് ആണ് അവർ കൊടുത്തേക്കുന്നത്. അതുപോലെ നമുക്ക് ഡോർ സൈഡിലെല്ലാം നമുക്ക് ക്രോമിന്റെ ഒരു സ്ട്രിപ്സ് തന്നെ കാണാം. അത് വാഹനത്തിന് വളരെ ഭംഗിയേറുന്നു. ടയറും ബോഡിയും ആയിട്ടുള്ള അകലം വാഹനത്തിന്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റി കൂട്ടുന്നു. അതുപോലെ തന്നെ നമുക്കൊരു റൂഫ് റെയിൽ അഡീഷണൽ ആയിട്ട് ടോപ്പിൽ വരുന്നുണ്ട്. ഒരു ഗ്രേ ടൈപ്പ് റൂഫ് റെയിലാണ് ഈ വാഹനത്തിന് കൊടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു ഡോറിന്റെ ഒരു സ്ട്രിപ്സ് അഡീഷണൽ ഒരു പ്രൊട്ടക്ടറാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ഫോർച്യൂണറിന്റെ ഒരു ബാഡ്ജിങ് കൂടെ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോം ഫിനിഷിംഗ് ആണ് അതിൽ വരുന്നത്. അത് വാഹനത്തിന് കുറച്ചുകൂടി ഭംഗി നൽകുന്നു. വാഹനത്തിന്റെ പിൻഭാഗം നോക്കുകയാണെങ്കിൽ അതിന്റെ ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് അതിന്റെ ടെയിൽ ലാംപ്സ് തന്നെയാണ്. LED ടെയിൽ ലാംപ്സ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു ക്രോം യൂണിറ്റ്സ് ഫോർച്യൂണറിന്റെ ബാഡ്ജിങ് ആയിട്ടുള്ള വരുന്ന ഒരു ക്രോം യൂണിറ്റ്സ് കാണാം. റിയർ ഡീഫോഗർ വൈപ്പേഴ്സ് വരുന്നു. ഷാർക്ക് ഫിൻ ആന്റിന വരുന്നുണ്ട്. അതുപോലെ ഒരു സ്റ്റോപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ റിയർ ഭാഗത്ത് നമ്മുടെ സ്പോയിലറിന് സെന്ററായിട്ട് ഒരു സ്റ്റോപ്പ് ലൈറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ബൂട്ട് സ്പേസ് ആണ്. ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ബൂട്ടാണ് വരുന്നത്. നമുക്ക് അത്യാവശ്യം സഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് വാഹനത്തിന് വരുന്നുണ്ട്. അതുപോലെ നമുക്കത് എക്സ്റ്റെൻഡ് ചെയ്ത് 500 ലിറ്ററോളം ബൂട്ട് സ്പേസ് കൂട്ടാനായിട്ട് നമുക്ക് സാധിക്കും. സിമ്പിളായിട്ട് അതിൻ്റെ ഒരു ഓപ്പറേഷൻസ് വരുന്നത് നമുക്ക് ഇത് ഫോൾഡ് ചെയ്തിട്ട് ഒരു 500ഓളം ലിറ്റർ വരുന്ന ബൂട്ട് സ്പേസ് ആക്കാനും നമുക്ക് അഡീഷണൽ ആയിട്ട് കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു അഡീഷണൽ ഒരു സ്ട്രിപ്സ് നമുക്ക് വാഹനത്തിലെ സാധനങ്ങളൊക്കെ കയറ്റി വെക്കുന്ന സമയത്ത് സ്ക്രാച്ചസ് ഒന്നും വരാതിരിക്കാനായിട്ടുള്ള ഒരു ഫോർച്യൂണർ ക്രോം സ്ട്രിപ്സ് കൂടി വാഹനത്തിന് വരുന്നുണ്ട്. നമുക്ക് ക്ലോസ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇലക്ട്രിക്കലി തന്നെയാണ്. അതിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും വരുന്നത് ഇലക്ട്രിക്കൽ തന്നെയാണ്. അതുപോലെ റിയർ നോക്കുകയാണെങ്കിൽ നമുക്കൊരു സെൻസർ യൂണിറ്റ്സ് വരുന്നുണ്ട്. അഡീഷണൽ റിയറിൽ നമുക്ക് ക്യാമറ യൂണിറ്റ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓവറോൾ ലെങ്ത് വരുന്നത് 4795 mm ഓവറോൾ ലെങ്ത് വരുന്നുണ്ട്. അതുപോലെ തന്നെ വാഹനത്തിന്റെ വിഡ്ത്ത് വരുന്നത് 1855 mm ആണ്. അതുപോലെ ഓവറോൾ ഹൈറ്റ്സ് വരുന്നത് 1835 mm ആണ്. അതുപോലെ വാഹനത്തിന്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ 2.8 ലിറ്ററിലാണ് വാഹനം വരുന്നത്. 174 bhp 450 Nm ടോർക്കാണ് വാഹനത്തിന്റെ പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിവുള്ളത്. വാഹനത്തിന്റെ ഇന്റീരിയർ നോക്കുകയാണെങ്കിലും വളരെ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു ഡോർ ഹാൻഡിൽസ് വരുന്നുണ്ട്. അതായത് ലെതർ ആണ് വരുന്നത്. ലെതർ ഫിനിഷിംഗ് ആണ് കൊടുത്തേക്കുന്നത്. അതുപോലെ ഒരു ക്രോം യൂണിറ്റ്സ് നമുക്ക് അതിന് അടുത്തായിട്ട് തന്നെ കാണാം. അതിന്റെ പവർ വിൻഡോ കാര്യങ്ങളൊക്കെ അടുത്തായിട്ട് തന്നെ വരുന്നുണ്ട്. ഫോൾഡിംഗ് മിറർ. അതുപോലെ നമുക്ക് അനലോഗ് ക്ലസ്റ്റർ ആണ് വരുന്നത്. നമുക്ക് വെഹിക്കിൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്കൊരു ഫോർച്യൂണറിന്റെ ലോഗോ വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിനകത്ത് റേഞ്ച് കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. ഡിസ്റ്റൻസ് ടു MT
കാര്യങ്ങളെല്ലാം ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് ക്ലസ്റ്ററിൽ തന്നെ അറിയാൻ പറ്റുന്നുണ്ട്. മൾട്ടി ഫങ്ഷനിങ് സ്റ്റിയറിംഗ് വീൽസ് ആണ് കൊടുത്തേക്കുന്നത്. എല്ലാ അഡ്ജസ്റ്റ്മെന്റ്സും നമുക്ക് സ്റ്റിയറിംഗിൽ തന്നെ കൺട്രോൾ ചെയ്യാം. ക്രൂയിസ് കൺട്രോൾ കാര്യങ്ങളൊക്കെ അഡീഷണൽ വരുന്നുണ്ട്. പാഡൽ ഷിഫ്റ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് പുഷ് ബട്ടൺ സ്റ്റാർട്ട് വരുന്നതിന് സൈഡായിട്ട് തന്നെ ഒരു ക്രോം വെൻസും അവർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് റിയർ ബൂട്ടിന്റെ ഓപ്പറേഷൻസ് ഒക്കെ ഇവിടെ തന്നെ വരുന്നുണ്ട്. പാർക്കിംഗ് സെൻസേഴ്സിന്റെ ഓപ്പറേഷൻസ് വരുന്നുണ്ട്. നമ്മുടെ എല്ലാ കൺട്രോൾസും നമുക്ക് ഈസി ആയിട്ട് തന്നെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ നമുക്ക് 4 ഡോർ ഓട്ടോമാറ്റിക് പവർ വിൻഡോസ് ആണ് 4 ഡോർസിലും വരുന്നത്. അതെടുത്ത് പറയേണ്ട ഒരു ഫീച്ചർ കൂടിയാണ്. AC വെൻസ് നോക്കുകയാണെങ്കിൽ ഒരു ക്രോം എലമെന്റ്സ് വരുന്നുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡിസൈൻ ആണ് അതിൽ കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഹസാർഡ് ലൈറ്റ്സും ഓരോ ക്ലോക്സും നമുക്ക് അതിനടുത്തായിട്ട് തന്നെ കാണാൻ പറ്റുന്നുണ്ട്. AC വെന്റിന് അടുത്തായിട്ട് തന്നെ ഹസാർഡ് ലൈറ്റ്സും പോകും. ലെതർ ഫിനിഷിംഗ് ആണ് നമുക്ക് സൈഡിൽ വശങ്ങളിൽ രണ്ടും കൊടുത്തേക്കുന്നത്. അതുപോലെ തന്നെ ഒരു ക്രോം സ്ട്രിപ്സ് കൂടെ കാണാം. പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് നമുക്ക് ഗിയറിന്റെ പോർഷനിലൊക്കെ വരുന്നത്. അതുപോലെ തന്നെ 4 വീൽ ഡ്രൈവ് ആണ് വാഹനത്തിന് വരുന്നത്. നമുക്ക് റിയൽ ടൈം നമുക്ക് അതിന്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ സിമ്പിളായിട്ട് തന്നെ ഓപ്പറേഷൻസ് വരുന്നുണ്ട്. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. ഇലക്ട്രിക് മോഡും എക്കോ മോഡും പവർ മോഡും നമുക്ക് സെപ്പറേറ്റ് തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ ട്രാക്ഷൻ കൺട്രോൾ വരുന്നുണ്ട്. സ്റ്റാർട്ട് സ്റ്റോപ്പ് വരുന്നുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഒരു ഗ്ലോ ബോക്സ്, ഒരു കൂളിംഗ് ബോക്സ് ആണ് നമുക്ക് ആദ്യമായിട്ട് മുകളിൽ കാണുന്നത്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസ് അഡീഷണൽ വാഹനത്തിന് വരുന്നുണ്ട്. സിഗ്മ 4 വീൽ ഡ്രൈവ് വരുന്ന വാഹനമാണ് നമ്മൾ ഇന്നിപ്പോൾ പരിചയപ്പെടുത്തിയത്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ ഓഡിയോ കൺട്രോൾസ് ഒക്കെ നമുക്ക് ഈസി ആയിട്ട് അതിന്റെ ഓപ്പറേഷൻസ് വരുന്നത് എല്ലാം ടച്ച് അനലോഗാണ് വരുന്നത്, ടച്ച് സ്ക്രീനാണ് വരുന്നത്. നമുക്ക് അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ സിമ്പിൾ ആയിട്ട് തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. 4x4 നമുക്ക് ഈസി ആയിട്ട് തന്നെ അത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ സ്വിച്ച് വഴി ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റും. നമുക്കത് ഈസി ആയിട്ട് തന്നെ അതിന്റെ ഓപ്പറേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതുപോലെ ലോവർ ഗിയർ മോഡ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് 2 വീൽ ഡ്രൈവ്, നോർമൽ ഡ്രൈവിൽ നമുക്ക് 2 വീൽ ഡ്രൈവ് യൂസ് ചെയ്യാവുന്നതാണ്. 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ പോർഷനിൽ നമുക്കൊരു ഡ്യുവൽ കപ്പ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. പിയാനോ ബ്ലാക്ക് ഫിനിഷിംഗ് ആണ് അതിന് വരുന്നത്. അതുപോലെ തന്നെ ഒരു സ്റ്റോറേജ് സ്പേസ് നമുക്ക് ആംറസ്റ്റിലും വരുന്നുണ്ട്. നമുക്ക് മൊബൈലോ കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഡോർ ഹാൻഡിൽസിൽ നമുക്ക് ബോട്ടിൽ ഹോൾഡേഴ്സ് വരുന്നുണ്ട്. വളരെ സഫീഷ്യൻ്റ് ആയിട്ട്, അതായത് വളരെ യൂട്ടിലിറ്റി ഉള്ള ഒരു രീതിയിലാണ് വാഹനത്തിന്റെ ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കൊരു സൺഗ്ലാസ് ഹോൾഡേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ലാംപ്സ് കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. LED ലാംപ്സ് ആണ് വരുന്നത്. റിയറിലും സെപ്പറേറ്റ് ലാംപ്സ് കാര്യങ്ങളൊക്കെ വാഹനത്തിന് വരുന്നുണ്ട്. AC-യുടെ കൺട്രോൾസ് കാര്യങ്ങളൊക്കെ റിയറിൽ കിട്ടുന്ന രീതിയിൽ ടോപ്പിലാണ് കൊടുത്തേക്കുന്നത്. വാഹനത്തിന്റെ ഡ്രൈവിംഗ് നോക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇത്രയും ഒരു വലിയ വണ്ടിയിൽ നമുക്ക് ഡ്രൈവ് ചെയ്ത് പോകുന്ന ഒരു ഫീൽ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ടുള്ള നല്ലൊരു ഇലക്ട്രിക്കലി പവർ സ്റ്റിയറിംഗ് ആണ് വരുന്നത് വാഹനത്തിന്. അത് നമുക്ക് ഈസി ആയിട്ട് തന്നെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അതിന്റെ വിസിബിലിറ്റി ഗ്ലാസ് പോർഷൻ, വൈഡ് ഗ്ലാസ് പോർഷൻ ആണ് വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഡ്രൈവിംഗിൽ നമുക്ക് ഈസി ആയിട്ടുള്ള വിസിബിലിറ്റി കിട്ടുന്നുണ്ട്. സൈഡ് പോർഷൻ നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കർവൊക്കെ എടുക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് അത് നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട്. നമുക്ക് ഡ്രൈവിംഗിൽ കുറച്ചുകൂടി നല്ലൊരു ഫീലാണ് നമുക്ക് ഡ്രൈവിംഗിൽ കിട്ടുന്നത്. അതുപോലെ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് വാഹനത്തിന് വരുന്നത്. അത് വാഹനത്തിന് കുറച്ചുകൂടി ഡ്രൈവിംഗ് കേപ്പബിലിറ്റി നമുക്ക് കൂട്ടുന്നു. ഫോർച്യൂണർ 4x4 ഓട്ടോമാറ്റിക് 2019 മോഡലാണ്. സിംഗിൾ ഓണർഷിപ്പിലാണ് വാഹനം നിൽക്കുന്നത്. 87,000 കിലോമീറ്ററാണ് വാഹനം ഓടിയിരിക്കുന്നത്. പുള്ളി കമ്പനി സൈഡിലുള്ള ഈ വാഹനം സ്വന്തമാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ തന്നെ വാഹനത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വേണ്ടി ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക, അല്ലെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയോ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളുടെ ഷോറൂം ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം ലുലു മാളിനും കഴക്കൂട്ടത്തിനും മധ്യേ ഇൻഫോസിനും USTക്കും ഓപ്പോസിറ്റ് ആയിട്ട് അൽസായ അറീനയുടെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നു. നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം.